ഈ മധുരയിൽ നടക്കുന്ന CPM 24-ാം പാർട്ടി കോൺഗ്രസ്സിന് അതിവിപുലമായ കവറേജ് ഉറപ്പുവരുത്താൻ നമ്മുടെ വാർത്താ സംഘം അവിടെ ഇന്നലെയും മെനിഞ്ഞാന്നുമായി എത്തിക്കഴിഞ്ഞു. ഒരുപക്ഷെ എല്ലാ വിവരങ്ങളും നമ്മളെ കൊണ്ട് കളക്ട് ചെയ്ത് അവതരിപ്പിക്കാൻ പറ്റുന്ന എല്ലാ വിവരങ്ങളും പ്രേക്ഷകർക്ക് ഒരു നിമിഷം മുന്നേ ലഭ്യമാക്കാൻ നമ്മുടെ ആളുകൾ സജ്ജമായി കഴിഞ്ഞു എന്നുള്ള സന്തോഷ വാർത്ത കൂടി പ്രേക്ഷകരെ അറിയിക്കുന്നു. ജനറൽ സെക്രട്ടറി ഇല്ലാതെ പാർട്ടി കോൺഗ്രസ് ചേരുന്നത് ചരിത്രത്തിൽ ആദ്യമാണ്. നിങ്ങൾക്കറിയാം, പ്രായപരിധിയിൽ പിണറായി വിജയന് പുറമെ കൂടുതൽ നേതാക്കൾക്ക് ഇളവ് വേണം എന്ന ആവശ്യം ശക്തമായതായി ഞങ്ങളുടെ വാർത്താസംഘം മധുരയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് പരിഗണിക്കുന്നവരിൽ MA ബേബിയുടെ പേരും സജീവമായി നിൽക്കുന്നു. എന്തായാലും ദീപക് തർമ്മടവും ശ്രീജിത്തും ബൽറാം നെടുങ്ങാടിയും നമുക്കൊപ്പം മധുരയിൽ നിന്ന് ചേരുന്നു. ആദ്യം ദീപക് തർമ്മടത്തിലേക്ക്. ദീപക്, ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു സ്റ്റുഡിയോ. പറയൂ ദീപക്. ഗുഡ് മോർണിംഗ് ടു ശ്രീജിത്ത് ആൻഡ് ഗുഡ് മോർണിംഗ് ടു ബൽറാം നെടുങ്ങാടി. പറയൂ ദീപക് തർമ്മടം. പറയൂ. SKN ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം SKN പറഞ്ഞത് തന്നെയാണ്. പാർട്ടി ജനറൽ സെക്രട്ടറി ഇല്ലാതെ ഒരു പാർട്ടി കോൺഗ്രസിലേക്ക് കടക്കുന്നു. മാത്രവുമല്ല, ഈ പ്രാവശ്യം പാർട്ടി ജനറൽ സെക്രട്ടറി ഇല്ലാതെയാണ് സംസ്ഥാന സമ്മേളനങ്ങളെല്ലാം നടന്നത്. കേന്ദ്ര കമ്മിറ്റിയെ PB കോർഡിനേറ്ററായി പ്രകാശ് കാരാട്ടാണ് ആ ചുമതല PBക്ക് വേണ്ടി നിർവഹിച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം 2012-ൽ പോളിറ്റ് ബ്യൂറോയിലെത്തിയ MA ബേബി പാർട്ടി ജനറൽ സെക്രട്ടറി ആകുമോ ഇല്ലയോ എന്നുള്ളതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം EMSന് ശേഷം പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എന്നുള്ള പാർട്ടി ജനറൽ സെക്രട്ടറി എന്ന ചുമതലയിലേക്ക് ഒരു മലയാളി വന്നിട്ടില്ല. അങ്ങനെ ഒരു മലയാളി വരുമോ എന്നുള്ളതാണ് മധുര പാർട്ടി കോൺഗ്രസ് നോക്കുന്നത്. പക്ഷേ എന്നാൽ അതേ സമയത്ത് തന്നെ പ്രകാശ് കാരാട്ടിന് ഇളവ് നൽകിക്കൊണ്ട് പ്രകാശ് കാരാട്ട് പാർട്ടി ജനറൽ സെക്രട്ടറിയായി തുടരണം എന്നുള്ള ചർച്ചയും നടക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരള ഘടകം എന്ത് തീരുമാനിക്കുന്നു. കേരളത്തിൽ നിന്നുള്ള പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ അവരിൽ 4 പേരിൽ A വിജയരാഘവൻ, പിണറായി വിജയൻ, MV ഗോവിന്ദൻ മാസ്റ്റർ ഇവരുടെ നിലപാട് നിർണായകമായിരിക്കും. മാത്രവുമല്ല, പാർട്ടി കോൺഗ്രസിൻ്റെ ചർച്ചകളുടെയും തീരുമാനങ്ങളുടെയും ഗതി നിർണ്ണയിക്കുന്നതിൽ കേരളത്തിലെ പാർട്ടിക്ക് ഒരു നിർണായക പങ്കുണ്ടാവും. കാരണം പ്രതിനിധികളിൽ ഏറെ പേർ കേരളത്തിൽ നിന്നാണ്. CC അംഗങ്ങൾ കേരളത്തിൽ നിന്ന്, PB അംഗങ്ങളിലും വലിയ കൂടുതൽ കേരളത്തിൽ നിന്നുള്ളവർ തന്നെയാണ്, MA ബേബി ഉൾപ്പെടെ. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിലെ പാർട്ടി എടുക്കുന്ന തീരുമാനം തന്നെയായിരിക്കും ഈ പാർട്ടി കോൺഗ്രസിലെ അന്തിമ തീരുമാനത്തിലേക്ക് വരാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പാർട്ടി കോൺഗ്രസ് നടക്കുന്ന മധുരയിലെ ഈ നമുക്ക് ദൃശ്യങ്ങളിൽ രാജേഷ് വളരി കൊണ്ട് പാൻ ചെയ്യുമ്പോൾ കാണാം. പാർട്ടി കോൺഗ്രസിൻ്റെ പ്രതിനിധി സമ്മേളനം നടക്കുന്നത് ഇവിടെയാണ്. സീതാറാം യെച്ചൂരിയുടെ പേരിലാണ്. പാർട്ടി ജനറൽ സെക്രട്ടറി ആയിരിക്കെ മരണത്തോട് നമ്മളോട് വിട പറഞ്ഞ സീതാറാം യെച്ചൂരിയുടെ പേരിലുള്ള സമ്മേളന നഗരിയിലാണ് പാർട്ടി കോൺഗ്രസ് ചേരുന്നത്. മറ്റൊന്ന്, തമിഴക രാഷ്ട്രീയത്തിൽ CPIMന് ഏതെങ്കിലും രീതിയിലുള്ള മുന്നേറ്റം അത് തന്നെയാണ്. മധുരയിൽ മാത്രമാണ് പാർട്ടിക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു സ്വാധീന ശക്തിയായി മാറാൻ സാധിച്ചത്. മധുരയിൽ നിന്നും പാർട്ടിക്ക് MP ഉണ്ട്. അപ്പോൾ തമിഴക രാഷ്ട്രീയത്തിൽ കേരളത്തിൽ കഴിഞ്ഞാൽ തൊട്ടടുത്ത സംസ്ഥാനത്തിലേക്ക് പാർട്ടിയുടെ ശക്തി വർദ്ധിപ്പിക്കുക എന്നത് ഈ പാർട്ടി കോൺഗ്രസിൻ്റെ പ്രധാന ലക്ഷ്യമാണ്. പക്ഷേ പാർട്ടി കോൺഗ്രസിൽ കേരളവുമായി ബന്ധപ്പെട്ട് നവകേരള രേഖ സംസ്ഥാന സമ്മേളനം അംഗീകരിച്ചതാണ്. അത്തരം വിഷയങ്ങളിൽ കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിലപാട് എങ്ങനെയായിരിക്കും? കാരണം യൂസർ ഫീസ്, അതുപോലെ തന്നെ സ്വകാര്യ നിക്ഷേപം, ഇത്തരം വിഷയങ്ങളെല്ലാം പാർട്ടി നേരത്തെ തന്നെ നിലപാടെടുത്തതാണ്. പക്ഷേ പുതിയ കാലത്തിൽ അത് പാർട്ടിക്ക് വെല്ലുവിളിയാകും. കാരണം ഇപ്പോൾ ഭരണമുള്ള ഏക സംസ്ഥാനം, ആ സംസ്ഥാനത്തിന് മാർഗനിർദ്ദേശം നൽകുന്ന ഒരു പാർട്ടി കോൺഗ്രസ് കൂടിയായിരിക്കും SKN. ഇത് ദീപക് തർമ്മടം. ഇനി പ്രായപരിധിയുടെ കൂടുതൽ വിശദാംശങ്ങളിൽ നമ്മോട് പറയാൻ ശ്രീജിത്ത് ചേരുന്നു. കാര്യം, ഒരാൾക്ക് മാത്രം പ്രായപരിധി നൽകുമ്പോൾ മറ്റവരുടെ കാര്യം മാത്രമല്ല, പ്രായമുള്ള ആൾക്കാർ മുഴുവൻ ഒന്നടങ്കം പാർട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് പാർട്ടിയുടെ ഘടനയെയും പാർട്ടിയുടെ പ്രവർത്തനത്തെയും കാര്യക്ഷമതയും ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഭയപ്പെടുന്ന ആളുകൾ പാർട്ടിയുടെ തലപ്പത്തുണ്ട്. ശ്രീജിത്ത് ചേരുന്നു മധുരയിൽ നിന്ന്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. പറയൂ ശ്രീജിത്ത്, മധുര എങ്ങനെയുണ്ട്? കാര്യമായിട്ട് നല്ല സ്ഥലമാണോ? ഗുഡ് മോർണിംഗ്. SKN. മധുര നല്ല സ്ഥലമാണ്, പക്ഷേ നല്ല ചൂടാണ് രാവിലെ മുതൽ. പിന്നെ നല്ല പൊടിയുമുണ്ട്. ഇവിടെ ഈ ഒരുക്കങ്ങൾ നടക്കുന്നു. നമ്മൾ നിൽക്കുന്നത് ഈ പാർട്ടി കോൺഗ്രസിൻ്റെ വേദിയായ മധുര തമുക്കം, ഈ മധുര നഗരസഭയുടെ കൺവെൻഷൻ സെൻ്ററാണ്. ഇവിടെ ഒരുക്കങ്ങൾ നടക്കുന്നേ ഉള്ളൂ. അതിൻ്റെ പൊടിയും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നാളത്തോടു കൂടി അതെല്ലാം പൂർണ്ണമായി ശരിയാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. മധുര വളരെ ഈ ഒരു ക്ഷേത്ര നഗരമായതുകൊണ്ട് ഇവിടെ വളരെ ശാന്തമാണ് കാര്യങ്ങളൊക്കെ. എന്തായാലും വിഷയത്തിലേക്ക് വന്നാൽ, 17-അംഗ പോളിറ്റ് ബ്യൂറോയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം 7 പേരാണ് 75 വയസ്സ് പ്രായപരിധി പിന്നിട്ടത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ കൂടാതെ പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, സൂര്യകാന്ത് മിശ്ര, G രാമകൃഷ്ണൻ, അതോടൊപ്പം തന്നെ സുഭാഷിണി അലി, ബൃന്ദ കാരാട്ട്, മണിക് സർക്കാർ എന്നിവരാണ് 75 വയസ്സ് പ്രായപരിധി പിന്നിട്ടത്. ഇവർ എല്ലാവരും ഒറ്റയടിക്ക് പാർട്ടിയുടെ നേതൃത്വത്തിൽ നിന്ന് ഒഴിയുകയാണെങ്കിൽ അത് പാർട്ടിയുടെ പ്രവർത്തനങ്ങളെയും പാർട്ടിയുടെ നേതൃഘടനയും ഒക്കെ തന്നെ ബാധിക്കുമെന്ന ആശങ്ക എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് കുറച്ച് ആളുകൾക്കെങ്കിലും പ്രായപരിധി ഇളവ് നൽകി അവരെ പരമോന്നത സമിതിയായ പോളിറ്റ് ബ്യൂറോയിൽ നിലനിർത്തണം
നടക്കണം എന്നാണ് എല്ലാവരുടെയും പാർട്ടിക്ക് ആവശ്യം. കഴിഞ്ഞ റിപ്പോർട്ട് അംഗീകരിക്കാൻ ചെയ്യുന്ന കേന്ദ്ര കമ്മിറ്റിയിലും സമാനമായ ആവശ്യങ്ങൾ ഉയർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ബൃന്ദ കാരാട്ട് അടക്കമുള്ളവർക്ക് ഇളവ് നൽകി പോളിറ്റ് ബ്യൂറോയിൽ നിലനിർത്താനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ പിണറായി വിജയന് ഇപ്പോൾ തന്നെ ഇളവുണ്ട്. രാജ്യത്ത് ആകെ ഇപ്പോൾ ഇളവ് പ്രായപരിധിയിൽ ലഭിച്ച നേതാവ് പിണറായി മാത്രമാണ്. എന്നാൽ മറ്റ് 2 നേതാക്കൾ കൂടി പോളിറ്റ് ബ്യൂറോയിൽ ഇളവ് നൽകി നിലനിർത്തണമെന്നും ഉള്ള ആവശ്യമുണ്ട്. അക്കാര്യത്തിലൊക്കെ കേന്ദ്ര കമ്മിറ്റി തീരുമാനമെടുക്കും. നാളെയാണ് CPIഎമ്മിൻ്റെ മധുര പാർട്ടി കോൺഗ്രസിൻ്റെ പ്രതിനിധി സമ്മേളനം ആരംഭിക്കുന്നത്. PB കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടാണ് ഉദ്ഘാടനം. മൊത്തം 730 പ്രതിനിധികളും 80 നിരീക്ഷകരും ആണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഇന്ന് വൈകുന്നേരം ഈ പ്രസിഡിയം അടക്കമുള്ള കമ്മിറ്റികൾ മറ്റും ചർച്ച ചെയ്യാനായി 4 മണിക്ക് പോളിറ്റ് ബ്യൂറോയും അതോടൊപ്പം തന്നെ 5 മണിക്ക് കേന്ദ്ര കമ്മിറ്റിയും വീണ്ടും ചേരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു ആർ ശ്രീജിത്ത്. എന്തായാലും ഈ CPM പാർട്ടി കോൺഗ്രസ് അവതരിപ്പിക്കുന്ന രാഷ്ട്രീയ പ്രമേയത്തെക്കുറിച്ച് കുറേ അധികം ചർച്ച നടക്കുന്നുണ്ട്. മധുര ലൈൻ എന്തായിരിക്കും എന്നാണ് പലരും ആലോചിക്കുന്നത്. ബൽറാം നെടുങ്ങാടി നമുക്കൊപ്പം മധുരയിൽ നിന്ന് ചേരുകയാണ്. ബൽറാം, യഥാർത്ഥത്തിൽ പാർട്ടിയുടെ പുതിയ ലൈൻ എങ്ങനെയായിരിക്കും? പ്രത്യേകിച്ച് ഈ മുതലാളിത്തം എന്നൊക്കെ പറയുന്ന സങ്കല്പത്തിന് കുറച്ച് അയവ് പാർട്ടി വരുത്തിയിരിക്കുന്ന ഒരു കാലയളവിൽ. വെരി ഗുഡ് മോർണിംഗ് SKN. ഇത്തവണ CPIഎമ്മിൻ്റെ 24ാം പാർട്ടി കോൺഗ്രസ് മധുരയിൽ വെച്ച് ചേരുമ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് അത് തന്നെയാണ്. എന്താണ് മധുരയിൽ പാർട്ടി സ്വീകരിക്കുന്ന രാഷ്ട്രീയ നയം എന്നുള്ളത്. ദേശീയ തലത്തിൽ സ്വീകരിക്കുന്ന നയത്തെ സംബന്ധിച്ച് ഇപ്പോൾ അവ്യക്തതയില്ല. കഴിഞ്ഞ കണ്ണൂർ പാർട്ടി കോൺഗ്രസിൽ തീരുമാനിച്ച അതേ നയസമീപനങ്ങൾ ഭൂരിഭാഗവും അതുപോലെ തന്നെ തുടരും എന്ന് തന്നെയാണ് നേതാക്കൾ ഈ ഘട്ടത്തിലും വ്യക്തമാക്കുന്നത്. കാരണം സാഹചര്യങ്ങൾ ദേശീയ തലത്തിൽ ഇതുവരെയും മാറിയിട്ടില്ല. BJPയെ മുഖ്യ ശത്രുവായി കാണുന്നു. എന്നാൽ കോൺഗ്രസുമായി നേരിട്ട് ഒരു സഖ്യം വേണ്ട എന്ന ഒരു തീരുമാനം നേരത്തെ തന്നെ സ്വീകരിച്ചതാണ്. അതേസമയം സംസ്ഥാന തലങ്ങളിൽ കോൺഗ്രസ് ഇതര പാർട്ടികൾ ശക്തമായ ഇടങ്ങളിൽ അത്തരത്തിൽ കോൺഗ്രസ് ആ സഖ്യത്തിന്റെ ഭാഗമാണെങ്കിൽ കൂടി അവരുമായി സഖ്യമാകാം എന്നുള്ള നയം തുടരും ഈ മധുര കോൺഗ്രസിലും. അതേസമയം പാർട്ടിയുടെ ശക്തി ദേശീയ തലത്തിൽ തന്നെ വലിയ തോതിൽ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വിലയിരുത്തലാണ് ഈ രാഷ്ട്രീയ വിലയിരുത്തലാണ് പാർട്ടിക്ക് ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖ ഇത്തവണ ചരിത്രത്തിൽ ആദ്യമായി താഴെത്തട്ടിൽ ഉൾപ്പെടെ ചർച്ചയ്ക്കായി പാർട്ടി അയച്ചിരുന്നു എന്ന പ്രത്യേകതയും മധുര പാർട്ടി കോൺഗ്രസിനുണ്ട്. അതിന്റെ തുടർച്ച ആ താഴെത്തട്ടിലുള്ള ചർച്ചകളിൽ ഉയർന്ന ഭേദഗതി നിർദ്ദേശങ്ങൾ ഉൾപ്പെടെയുള്ളവയാണ് പാർട്ടി കോൺഗ്രസിലേക്ക് എത്തുന്നത്. പാർട്ടി കോൺഗ്രസിൽ സ്വീകരിക്കുന്ന സമീപനം നിർണായകമാകും. ഒപ്പം തന്നെയാണ് കേരളത്തിലെ നവകേരള രേഖ അടക്കം പുതിയ സമീപനങ്ങൾ എന്നുള്ളത്. ഈ നഷ്ടത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ അത് സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുക എന്നുള്ളത് പാർട്ടിയുടെ പുതിയ ഒരു നയമല്ല എന്നും വർഷങ്ങൾക്ക് മുൻപ് ജ്യോതി ബസു മുഖ്യമന്ത്രിയാകുന്ന കാലഘട്ടത്തിൽ തന്നെ ബംഗാളിന്റെ കാര്യത്തിൽ ഇക്കാര്യം ദേശീയ തലത്തിൽ തന്നെ ചർച്ച ചെയ്ത് പാർട്ടി തീരുമാനമെടുത്തിട്ടുണ്ട് എന്നുമാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിലും അവ്യക്തതയില്ല എന്ന് പാർട്ടി നേതൃത്വം പറയുന്നുണ്ട്. എന്നാൽ താഴെത്തട്ടിലുള്ള പാർട്ടി അംഗങ്ങൾക്ക് പ്രതിനിധികൾ അടക്കമുള്ളവരുടെ മറ്റ് സംസ്ഥാന ഘടകങ്ങളിൽ നിന്നുള്ള നേതാക്കളുടേത് അടക്കമുള്ളവരുടെ അഭിപ്രായം ഇക്കാര്യത്തിൽ നിർണായകമായിരിക്കും. അതുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ നയത്തിലേക്ക് പാർട്ടി എത്തുന്നതിന് ഈ പാർട്ടി കോൺഗ്രസ് നിർണായകമാണ്. പാർട്ടി കോൺഗ്രസിൽ നടക്കുന്ന ചർച്ചകളിലായിരിക്കും ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമുണ്ടാകുക. കൂടാതെ പാർട്ടിയെ കരുത്തു വർദ്ധിപ്പിക്കാൻ ആവശ്യമായ പുതിയ സമീപനങ്ങൾ എന്തെല്ലാമാണ് സ്വീകരിക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും ഈ പാർട്ടി കോൺഗ്രസിൽ ഉണ്ടാകും. അത് BJPയുടെ ശക്തി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ വളരുന്നതായി വിലയിരുത്തിയിരുന്നു. ഇതിനെ നേരിടാൻ ഏത് തരത്തിലുള്ള നയസമീപനങ്ങൾ സ്വീകരിക്കണം എന്നതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങളും നിർണായകമാണ്. അതെല്ലാം ഈ പാർട്ടി കോൺഗ്രസിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. മധുരയിൽ നാളെ പാർട്ടി കോൺഗ്രസ് ആരംഭിക്കുമ്പോൾ ഈ പാർട്ടി കോൺഗ്രസിൽ റിപ്പോർട്ട് ചെയ്ത് നല്ല പരിചയമുള്ള 3 വാർത്താ ലേഖകരാണ് മധുരയിൽ നമ്മുടെ വാർത്താ സംഘം. തീർച്ചയായിട്ടും ബൽറാം നെടുങ്ങാടി, ആർ ശ്രീജിത്ത്, അതുപോലെ ദീപക് തെരമടം, ഇവർ 3 പേരും വർഷങ്ങളായിട്ട് അവർ പാർട്ടി കോൺഗ്രസും അതുപോലെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട സമ്മേളനങ്ങളും ഒക്കെ കവർ ചെയ്തുള്ള ആ പരിചയ സമ്പത്തിലായിരിക്കും മധുരയിൽ നിന്ന് എല്ലാ വാർത്തകളും ഏറ്റവും ആദ്യം പ്രേക്ഷകരിൽ എത്തിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക.